ഞാൻ സങ്കടത്തോടെ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, അടുത്ത ഏപ്രിലാണ് പുതിയ മന്ത്രിസഭ വരുന്നത് കേട്ടോ. ഇലക്ഷനൊക്കെ ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരിക്കും. ഇനിയിപ്പോൾ കഴിയാനുള്ളത് നവംബർ തുടങ്ങിയിട്ടുള്ളൂ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 5 മാസം. 5 മാസം കേരളത്തിൽ എത്ര സ്ത്രീകളെ, എത്ര കുട്ടികളെ, എത്ര പുരുഷന്മാരെ വീണ ജോർജ് കൊല്ലും? ആരാച്ചാറാണത്, മന്ത്രിയല്ല, ആരാച്ചാർ. അങ്ങനെ പറയണേ. ആരോഗ്യ മന്ത്രി വീണ ജോർജ് അല്ല, ആരാച്ചാർ വീണ ജോർജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ 1-ാം പേജ് ഒന്ന് നോക്കാം. കേരള കൗമുദി മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് അമ്മ മരിച്ചു, കുഞ്ഞുമായി അച്ഛന്റെ പ്രതിഷേധമെന്നാണ്. സംഭവം തിരുവനന്തപുരം SATയിൽ. സുഖപ്രസവം, പക്ഷേ അണുബാധ. സർക്കാർ ആരോഗ്യരംഗം എത്രമാത്രം കുളം തോണ്ടി കിടക്കുകയാണ് എന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏറ്റവും അവസാനം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഹൃദ്രോഗ ബാധിതനായി തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആരോഗ്യ മേഖലയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജിൽ എത്തിയ ഒരു ദരിദ്രനായ രോഗി 5 ദിവസം സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടർ പോലും അദ്ദേഹത്തെ നോക്കിയില്ല. ഒരു തരത്തിലുള്ള ഒരു മെഡിക്കൽ സേവനവും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം ഹൃദയം പൊട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ അപകടം അല്ലെങ്കിൽ ഈ വീണ ജോർജ് എന്ന് പറയുന്ന എന്താ പറയാ, കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം തോൽവിയുടെ പര്യായമായ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന ആരോഗ്യരംഗത്ത് കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അങ്ങനെ തന്നെ പറയണം. എത്ര പേരെയാണ് ക്രൂരമായി കൊന്നതെന്നറിയോ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ. ഒരു 10 വയസ്സുകാരിയുടെ കൈ മുറിച്ചു കളഞ്ഞൊരു സംഭവം അല്ലേ. ശസ്ത്രക്രിയ ചെയ്ത ഒരു വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക ചേർത്ത് തുന്നിക്കെട്ടിയ സംഭവം. ICUയിൽ ഒരു രോഗിയെ ബലാത്സംഗം ചെയ്ത സംഭവം. എണ്ണി പറയുകയാണെങ്കിൽ ഇതുപോലെ നാണം കെട്ട ഒരു ആരോഗ്യ രംഗം കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഏറ്റവും അവസാനമാണ് ഒരു എന്താ പറയാ, പ്രസവത്തിന് ശേഷം സർക്കാർ ആശുപത്രിയിൽ പ്രസവിച്ച് അവിടെ നിന്ന് അണുബാധയേറ്റ് ഒരു അമ്മ മരിക്കുന്നു കേട്ടോ. ഈ ആരോഗ്യ കേരളം നമ്മളെവിടെയാണ്? നമ്മൾ അമേരിക്കയേക്കാൾ നമ്മൾ മുന്നിലാണ് എന്ന് ഒരു ലജ്ജയുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ നമ്മളോട് വിളിച്ചു പറയുന്ന വീണ ജോർജ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന പ്രശ്നം. അങ്ങനെ വീണ ജോർജ് മന്ത്രിയായ ശേഷം നടക്കുന്ന 1000ാമത്തെ അല്ലെങ്കിൽ 10,000ാമത്തെ അന്വേഷണമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു കോൺഗ്രസ് നേതാവിന്റെ ആ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറഞ്ഞു, ആക്രിവിലക്ക് തൂക്കി വിറ്റാൽ, അതായത് ഈ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യമന്ത്രിയുടെ കത്തുകളും അതിനുള്ള റിപ്പോർട്ടുകളും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, ഒരു റിപ്പോർട്ടും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും, സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ എടുക്കും. അങ്ങനെയൊക്കെയാണ് സിസ്റ്റം. പക്ഷെ സിസ്റ്റം ഇല്ല. ആരോഗ്യമന്ത്രി തന്നെ, വീണ ജോർജ് തന്നെ നമ്മളോട് പറഞ്ഞു, ഇതൊക്കെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ സിസ്റ്റം ആകെ തകർന്നു കിടക്കുകയാണ്, കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിതാ ഏതാനും 4-5 മാസങ്ങൾ കൂടിയേ ഉള്ളൂ. തെരഞ്ഞു നോക്കിയാൽ പോലും കാണില്ല. തെരഞ്ഞ് നോക്കിയാൽ പോലും CPM എന്ന് പറയുന്ന ഒരു കപ്പലിനെ, ടൈറ്റാനിക്കിനെ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊക്കിക്കൊണ്ടുവരാട്ടോ. പക്ഷെ CPM എന്ന് പറയുന്ന കപ്പല് മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റില്ല, തീർന്നു എന്ന് ആരാ നമ്മളോട് പറയുന്നത്? പ്രതിപക്ഷങ്ങളൊന്നുമല്ല, ആരോഗ്യമന്ത്രി തന്നെ പറയാണ്, ഞങ്ങളെ കപ്പൽ എന്ത് ചെയ്യാണ്, ഞങ്ങളെ കപ്പൽ ആടിയുലയുകയില്ല എന്നൊക്കെ നിയമസഭയിൽ പറയുമ്പോഴും ആ മന്ത്രി സത്യാവസ്ഥ പറയുകയാണ്, സിസ്റ്റം തകരാറിലാണ്. സിസ്റ്റമാകെ തകരാറിലാണ്. കാരണഭൂതമല്ലേ നമ്മുടെ മുഖ്യമന്ത്രി? ആരാ കാരണഭൂതമല്ലേ? കാരണഭൂതത്തിന്റെ സിസ്റ്റം തകരാറിലാണ് എന്ന് പറയുന്നത് ആരാണ്? വീണ ജോർജ് ആണ്. അതാണ് ഏറ്റവും വലിയ തമാശ കേട്ടോ. അങ്ങനെ ഒരു മനുഷ്യജീവൻ കൂടി വീണ ജോർജ് ഇല്ലാതാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഞാൻ സങ്കടത്തോടെ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, അടുത്ത ഏപ്രിലാണ് പുതിയ മന്ത്രിസഭ വരുന്നത് കേട്ടോ.
ഇലക്ഷനൊക്കെ ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്കും. ഇനിയിപ്പോ കഴിയാനുള്ളത് നവംബർ തുടങ്ങിയിട്ടുള്ളൂ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 5 മാസം. 5 മാസം കേരളത്തിൽ എത്ര സ്ത്രീകളെ, എത്ര കുട്ടികളെ, എത്ര പുരുഷന്മാരെ വീണ ജോർജ് കൊല്ലും? ആരാച്ചാറാണത്, മന്ത്രിയല്ല, ആരാച്ചാർ. അങ്ങനെ പറയണേ. ആരോഗ്യ മന്ത്രി വീണ ജോർജ് അല്ല, ആരാച്ചാർ വീണ ജോർജ്.